എന്റെ പൊന്നെ രാവിലത്തെ ഒരു ഓട്ടം പാച്ചു എത്തിയപ്പോ ചിലപ്പോ നിങ്ങൾ അങ്ങനെ കൊണ്ടു വെക്കല്ലേ അടുത്ത് വെച്ചേടി വീണ്ടും കൈ കിട്ടിയാ മതി ചട്ടി ഇങ്ങോട്ട് എടുക്കട്ടെ വന്നു നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ വരുമല്ലോ. എപ്പോഴും തിരക്കാണല്ലോ എന്ന് വിചാരിച്ചാല് എപ്പോഴും തിരക്ക് തന്നെ കേട്ടാ. അപ്പൊ ഇന്നത്തെ തിരക്കെന്ന് വെച്ചാല് പൊതിച്ചോറാക്കുന്ന ഒരു പരിപാടിയിലാണുള്ളത് കേട്ടാ. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നല്ല ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരക്കിലോട് തിരക്കാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഒരാൾ കൂടിയിട്ടുണ്ട് കേട്ടോ. ബീൻസും ക്യാരറ്റും കൂടി വലുത്താക്കാനാണ്. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കണേക്കിടക്ക് അത് മൊത്തത്തിൽ അങ്ങാട് നിലത്തോട്ട് വീണ് മൊത്തം ബഹളാ. എന്നിട്ട് അതൊക്കെ വാരിയെടുത്ത് മൊത്തം എന്താ ഇവിടെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്. ഇതിലും ഭേദം ഞാൻ ഒറ്റക്ക് ചെയ്യുന്നായിരുന്നു എനിക്ക് തോന്നണത്. ആ എന്നാലും ആ സഹായിക്കാൻ കാണിച്ചാൽ മനസ്സിനെ നമ്മള് കാണാതെ പോകരുതല്ല. അപ്പൊ എന്തായാലും ഇതൊക്കെ കൂടി എന്തായാലും ചെയ്യാണ്. പണിയാണ് മക്കളെ. ഇതൊക്കെ ഇപ്പൊ നിലത്തിരുന്നിട്ട് ഇപ്പൊ വാരി എടുത്തതാട്ടാ. ഇതൊക്കെയാണ് ഇറച്ചിക്കടയാ. ചിക്കൻ ബീഫല്ല ഇവിടെ കൊത്തുന്നത്. നിങ്ങൾ തോലും മുരിക്കണ്ട. അത് ക്യാരറ്റ് എന്ത് തോലും ചെത്തുക എന്നിട്ട് അവിടെ എടുത്ത്. അപ്പൊ എല്ലാം കൊലാഹലായിട്ട് കിടക്കുകയാണ്. ചെമ്മീൻ ആദ്യം ഒന്ന് ഉള്ളിയൊക്കെ എടുക്കട്ടെ കേട്ടാ. എന്നിട്ട് കാണിക്കാം. പകുതിക്ക് ഇട്ടേക്കാണ്. അതിനിടക്ക് അവിടെ എല്ലാം കൂടി ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിയതാണ്. എന്തായാലും ഈ തിരക്കിനിടയിലായാലും 11 മണിയാകുമ്പോൾ അവർ വരുന്ന പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ. പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്ത കേട്ടോ. പുരികൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടി പോയിട്ട് ഒരു പൊട്ടൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽമെൻറ്റ് ഇങ്ങനെ തേച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കുറച്ചും കൂടിയൊക്കെ ഞാൻ ഓരോ ദിവസത്തെ ഇത് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തതിന് ശേഷം എല്ലാവരും ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഈ പൊതിച്ചോറിൻ്റെ ഒരു പരിപാടി നടക്കട്ടെ കേട്ടോ. ഇവരെ ചെമ്മീൻ നുള്ളി ഞാൻ എന്താ ഇങ്ങോട്ട് വരിക കേട്ടോ. എന്താ ഇത് എന്റെ ചെമ്മീൻ നുള്ളിക്കായിട്ട് നിങ്ങളെ പണി കഴിഞ്ഞിട്ടില്ല? എന്താ വാതാക്കല്ല വേ നോക്ക്. അത് കാണുന്നുണ്ട് തട്ടുമ്പോ മുഴുവനും സൂക്ഷ്മതയോടെ അരിഞ്ഞത്. അതെല്ലാം ഒന്നിച്ചിട്ടോ ഒന്നിച്ചിട്ടോ. നിങ്ങൾ അരിയാണല്ലേ? അത് വേണ്ട, അത് കുറച്ച് മൂത്താണ്. വലുതായിട്ടുണ്ട് ക്യാരറ്റ്. അതൊന്നും കുഴപ്പമില്ല. തിരക്ക് എന്തുകൊണ്ടാണ് തിരക്ക് എന്ന് ചോദിച്ചാല് സത്യം പറഞ്ഞാല് ഞങ്ങള് വെളുപ്പിന് എണീച്ച് തന്നെയാണ്. പക്ഷെ ചെമ്മീൻ പറക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ലേറ്റ് ആയത്. അല്ലാണ്ട് പിന്നെ നേരത്തെ എണീക്കാണ്ട് കിടന്നുറങ്ങിയിട്ട് ലേറ്റ് ആയതല്ല, പണി ഉണ്ടായിരുന്നു എന്തായാലും. അപ്പൊ അതുകൊണ്ട് രാവിലെ തിരിഞ്ഞു പറക്കിയെല്ലാം വന്നപ്പോഴേക്കും ലേറ്റ് ആയി. അതുകൊണ്ടാണ് സംഭവം. അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടിയത്തിന് ഒരു അല്ലാത്തതിനൊന്നും കേറൂല കേട്ടാ. എന്താണെന്ന് അറിയില്ല. ഈ സംഭവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളെ കിട്ടുന്നുണ്ടല്ലോ ഒന്ന് എണീച്ചോ. കിട്ടിയില്ല കുഴപ്പമില്ല, സൗണ്ടായാലും മതി. ഈ സംഭവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു ഇപ്പൊ നമ്മള് കൊറേ പ്രാവശ്യം കൊടുക്കാണ്ട് സമയം കിട്ട നമ്മൾ ഉണ്ടായില്ല അധികം. ആ സമയം വരുമ്പോ അല്ലേ, നമ്മൾ അപ്പ് കൊണ്ട് തരും ഇത്. പക്ഷെ പത്തിന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മിസ്സായി പോക്കാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കൊടുത്തേ പറ്റൂന്ന്. കാരണം നമ്മളവിടെ ഹോസ്പിറ്റലൊക്കെ നിന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോയി വാങ്ങിച്ചു. പിന്നെ അത് വലിയൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് മാത്രം അത് മെയിനായിട്ട് ഇറങ്ങിയത്. ചെമ്മിക്കറിയില് ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താണ്? ഇപ്പൊ എന്തൊക്കെയാണ് സംഭവം? ചെമ്മിക്കറി ഉണ്ട് നല്ല. ചെമ്മിക്കറിയും പിന്നെ നമ്മള് ക്യാരറ്റും ബീൻസും കൂടി ഒലത്തും. അതിൽ ഞാൻ ചെമ്മീൻ ഉപയോഗിക്കുന്നില്ല. നമ്മള് വീട്ടിലാണ് വെക്കണമെങ്കിൽ എന്തായാലും ചെമ്മീൻ ഇടും കേട്ടോ. കാരണം ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് വലുത്തും. പിന്നെ ചെമ്മിക്കറിയും പിന്നെ നമ്മളെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. പിന്നെ മുട്ട വറുത്തത് കേട്ടോ. 4 ഐറ്റമാണ് എന്തായാലും വെക്കണം. കാരണം ഒരു മുട്ട വറുത്തത് നമ്മള് ആഗ്രഹിക്കും ഹോസ്പിറ്റലൊക്കെ നിൽക്കുമ്പോ അല്ലേ. അപ്പൊ അങ്ങനെ 4 ഐറ്റം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലാണ് കുറവാണെന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഇല്ല അപ്പൊ അങ്ങനെയൊന്നും നോക്കുന്നില്ല. തിരക്കാവുമ്പോ കണ്ട പുള്ളി വീഡിയോ എടുക്കുന്നോണ്ട് അതൊക്കെ അടിച്ചു മാറ്റി അങ്ങോട്ട് വൃത്തിയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിച്ചുകാരുടെ പണി ഒന്നും നടന്നിട്ടില്ല. നന്ദൂരെ പറഞ്ഞയച്ചു. പിന്നെ ചെമ്മീൻ പിരിക്കാൻ പോയി. അതൊക്കെ കൂടിയിട്ടായിട്ട് പിന്നെ എല്ലാം കൂടി പണിയായി. അപ്പൊ ഇതിനിപ്പോ ചെമ്മീക്കറിയും വെച്ച് അരിഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാല് ഏകദേശം
ഇന്നൊന്നും ചെയ്യണ്ട, എന്ത് വീഡിയോന്ന് അറിയില്ല. തേങ്ങ അരക്കണ്ടേ? അത് തേങ്ങ അരക്കണം, കുറച്ച് ജാക്ക് തേങ്ങ അരക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെരുപ്പ് കൂടുതൽ ഇട്ടാണ്. അത് കഴുകണം. അത് കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ഇതില്ലേ, അത് കഴുകിയിട്ട് അത് വെള്ളം ഒഴിച്ച് അതിനകത്ത് വാലാൻ വെച്ചാൽ മതി. അപ്പൊ ഞാനിതൊന്ന് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അരച്ചിട്ട് വരാം. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സമാധാനം. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം സമാധാനം ഒക്കെ. ഇത് കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോ പൊതിച്ചോറായോണ്ട് മാത്രാണെന്ന്, ഇല്ലെങ്കിൽ ഞാൻ പരിസരത്ത് വരൂല. വെള്ളം വാങ്ങി പോയിക്കോട്ടെ. അതിൽ തന്നെ കുക്കർ ഇങ്ങോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ആ സാധനം അങ്ങോട്ട് തട്ടിക്കോ. ബീൻസും ക്യാരറ്റും അങ്ങോട്ട് തട്ടിക്കോ. അതിനകത്ത് തന്നെ ഉള്ളിയും പച്ചമുളകും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇടുക. അതൊന്നും ചെയ്യണ്ട. നോക്കട്ടെ. ഇല്ല ഇല്ല കഴിച്ചോ, അത് വേണമല്ല. അതിനകത്ത് ചൂടാകുമ്പോ ഇതിൽ കടുക് കിട്ടോ കേട്ടാ. എന്നിട്ട് എല്ലാം കൂടി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടാ മതി. അപ്പൊ ഇത് മുളകും പച്ചമുളകും മുളക് പൊടി ഇതൊക്കെ ഞാൻ ഇട്ടേ. നിങ്ങൾ ആ കടുകും പൊടിച്ചിട്ട് അതിന്റെ ഇട്ടാ മതി. ഓക്കെ, ഇത് മറ്റേ സുഖമില്ലാണ്ട് കിടന്നു ഞാൻ കിടത്തില്ലാന്ന് പറഞ്ഞാൽ തേങ്ങ ഇരണ്ടാ പോയിട്ട് ആ കടുക് മതി. ആ അത്ര നച്ചു വേണ്ട. നീയാണ് ഇത്രയും പാടെന്ന് പറഞ്ഞു പറഞ്ഞ അതുപോലെ തന്നെ ചെയ്തോളണം. അടച്ചോ, ഇതിലൊരു കണക്കില്ലേ. അതിട്ട് പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി പൊട്ടട്ടെ കടുക് ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേപ്പില ഇടണം, ഉള്ളി അരിഞ്ഞിടണം. നമ്മളെ വേപ്പില ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത വേപ്പില ഞാൻ ഉപയോഗിക്കില്ല. പച്ചമുളക് 2 ഇങ്ങോട്ടുണ്ട്. കഴിയില്ല. എളുപ്പപ്പണിയായിട്ടാ ചെയ്യുന്നത്. പച്ചമുളക് വരണം മതി. ഞാൻ മുളക് ഇട്ടുണ്ട്. ചിലപ്പോൾ എരിവ് കൂടുതലായാലും ബുള്ളറ്റാണ്. എളുപ്പത്തിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. സ്പൂണെടുത്തോ, സ്പൂൺ. പക്ഷെ എളുപ്പപ്പണിയാണെങ്കിലും ഇങ്ങനെ അലത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളായിട്ട് അലത്തുമ്പോൾ എന്തോ ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര റിസ്ക്കൊക്കെ എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട അലത്തുമ്പോൾ ചിലപ്പോൾ അതിനൊരു ഗുണമുണ്ടാവില്ല. ഇനി നമുക്കിത് ഒരു വിസിൽ കയറ്റിക്കണം. എന്നിട്ട് പിന്നെ തേങ്ങ ഇട്ടാൽ അതായി. ആ മൂട എല്ലാം ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇടുന്നുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്. അൽക്കുലത്തായി കിടക്കണം, ഒന്നും നോക്കാനില്ല. നശിപ്പിച്ച് അടുക്കളയിടക്ക് കയറണോ? ഓംപ്ലേറ്റ് അടിക്കേണ്ട സാധനമില്ലേ, അതെടുത്തിട്ട് അടിച്ചു. അതൊക്കെ നിങ്ങൾക്ക് സംഭവം എടുത്തോ. അതെടുത്തിട്ട് അടിച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചു. ഓടി കിടന്ന ഇങ്ങനെ ക്യാമറയും സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കും കൂടി ഉണ്ട് കേട്ടാ. അതിത് വലിയ തിരക്കാണ്. അത് നിങ്ങൾ കാണാതെ പോകരുതെന്ന്. ഇത് നിങ്ങൾ കാണുന്നത് ഇത് സെറ്റ് ചെയ്യുന്നോണ്ടാണ്. തേങ്ങ എന്താ പോയിട്ട് ഞാൻ എത്ര സമയായിന്നറിയോ. ഓരോന്നിനും എന്നെ വിളിച്ചോണ്ടിരിക്കും. ആ ഇപ്പൊ അങ്ങനെയായി. ചെമ്മീൻ വിരിച്ചിട്ടേ ചെമ്മീൻ വിരിക്കണം അത്ര. ഇനി വിരിക്കേണ്ടി വരില്ല അല്ലേ, വെയില് പോയി ഇതായി. ഇതൊന്ന് ഏകദേശം ഒരു ഇതിലാക്കിയിട്ട് അങ്ങോട്ട് വിരിക്കാന്ന് വിചാരിച്ചിട്ടാ. ചെമ്മീൻ വിരിച്ചിട്ട് പറ്റേട്ടാ. അലക്കട്ടെ. ഇത് പൊന്തിയത് ഞാൻ കണ്ടില്ല. നീ പോയാ ഇവിടെ അതിനെക്കാട്ടും വലിയ കാര്യം ചെയ്യുന്ന ഓരോ ഓംപ്ലേറ്റ് അടിക്കുന്ന വലിയ കാര്യം. കാര്യം കഴിയണം താരാണ്. കാര്യം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെ. എല്ലാരും കണക്ക് തന്നെ. മാത്രമൊന്നും പറയണ്ട.
അങ്ങോട്ട് നിൽക്കോ തന്നെ നിൽക്കണം നിർത്തുമ്പോ ഉള്ളി എവിടെ എടുത്ത തേങ്ങയില് പിന്നെ ഉള്ളിയും വേപ്പല അരക്കോട്ടാ എന്നിട്ടാണ് ചെമ്മീക്കറിക്ക് ഇടല് എല്ലാരും അരക്കരട്ടാണ് ക്ലോക്കിലെ ടൈം തെറ്റിക്കിടക്കാണ് അതുകൊണ്ട് നമ്മളെ സമയം തെറ്റുമെന്നാണ് അതുകൊണ്ട് ക്ലോക്കിൽ എപ്പോഴും ടൈം കറക്റ്റ് ആയിരിക്കണം എത്ര മണിക്ക് ഇരിക്കട്ടെ ചെമ്മീൻ പിരിച്ചിട്ട് എന്റെ പൊന്നെ കറണ്ട് പോയി എന്തൊരു കഷ്ടമാണ് നോക്കിയേ വൃത്തിയായിട്ട കരണ്ട് ഇതന്നെ എപ്പോ കറണ്ടിന് ഒരാവശ്യം കുറച്ച് കൂടുതലാണെന്ന് നോക്കി അപ്പൊ കറണ്ട് വരില്ല കറണ്ട് പോയല്ല മുബീനെ അരക്കാൻ പറ്റുമോ ഇങ്ങോട്ട് വരാൻ സമയമുണ്ട് വരാൻ ഞാൻ ചെമ്മീൻ പിരിച്ച് വരുമ്പോഴേക്ക് പണ്ടാരം പോയി വേണ്ടി തിളക്കുന്ന ചെമ്മീക്കറി ദൈവം ഇതിപ്പോ മുളീച്ചനാക്കി കൊടുക്കേണ്ടി വരുമോ എന്താ ചെയ്യാ ഇതൊരു വിസിലേട്ടപ്പോ ഓഫാക്കി വെച്ച് ആന്ന് അരച്ച് വെച്ചാൽ മതിയായിരുന്നു ഫസ്റ്റ് ആംപ്ലേറ്റ് അടിക്കാൻ ഇപ്പോഴും തിരക്ക് തേങ്ങാപ്പാല് വെച്ച നടക്കുവോ ഞാൻ പോയിട്ട് അപ്പുറം മുബീനെ അടുത്ത് പോയിട്ട് അരച്ചിട്ടെ നല്ലത് നമ്മൾ ഈ കറണ്ട് കാത്തുന്ന ചിലപ്പോ നടക്കൂല 11 മണി കഴിഞ്ഞ് 10 മണിക്ക് വരും പറഞ്ഞതാ പിള്ളേരിപ്പോ വരും ചെമ്മിക്കാര് തൽക്കാലം ഓഫാക്കിട എന്നിട്ട് ഇത് പോയി അരച്ചിട്ട് അരച്ചിട്ടോ അത് പുറത്ത് കാര്യമില്ല അപ്പുറം ഇൻവേർട്ടറെല്ലാം ഉണ്ട് അതൊരു ഭാഗ്യമായി വേമ്പാ നോക്ക് കറണ്ട് പോയി ആ കോളായി എല്ലാം സ്റ്റോപ്പായി ഇനി തേങ്ങ അരച്ച കിട്ടാണ്ട് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല വേമ്പാ 11:15 കഴിഞ്ഞ് എവിടെ വരെ ഇനി ചിലപ്പോൾ നീടെ അരച്ചിടെ എത്തിയപ്പോൾ ചിലപ്പോൾ കറക്റ്റ് വരും നോക്കണം അയ്യോ ഇനി ചമ്മന്തി അരക്കണമെങ്കിൽ അവിടെ തന്നെ പോണല്ലോ ദൈവമേ നമുക്ക് എപ്പോഴും അങ്ങനെയാണ് എന്ത് കാര്യത്തിനും ഇരട്ടിപ്പണി എടുപ്പിക്കാന്നുള്ളത് നല്ലതാ മതി നോക്ക് ഉള്ളത് വരുമ്പോ വെള്ളം വേണ്ട അപ്പൊ ചെമ്മീൻ തേങ്ങ അരച്ചതായി ഇനിയില്ല ഇപ്പൊ അത്യാവശ്യമുള്ള സാധനം മേലയില് നമ്മളാ നിങ്ങൾ ഷൂ വെക്കുന്ന അവിടെ ഇല്ലേ അവിടെ പിന്നെ അവിടെ ഉണ്ട് ന്യൂസ് പേപ്പർ ആ ന്യൂസ് പേപ്പർ എടുത്തിട്ടോ പുതിയ ഉണ്ട് നമുക്ക് അല്ല ഇതിലല്ലേ അവിടെ തന്നെ ഉണ്ട് പുറത്ത് ആ ഇതുമ്പോ തന്നെ ശരി അപ്പൊ ഒരു കോമഡി ഉണ്ട് അവിടെ ചെന്നപ്പോ മുബീനെ അടുത്ത് അരക്കാൻ ചെന്നപ്പോ മുബീന വായിക്ക് രുചിയില്ലാന്ന് പറഞ്ഞ ഒരു സാധനം ആക്കിയിട്ടില്ല ഞാൻ പറഞ്ഞേ ഒരു പൊതി നിനക്കും കൂടെ തരാന്ന് പറഞ്ഞു നിങ്ങൾ പോയത് എടുത്തിട്ട് വാ പോയിക്കോട്ടാ നിങ്ങളെ കാണിച്ചിട്ടില്ലാന്ന് പറയണ്ടാവും പണിയെടുക്കണത്
ആ അത് രസം കേട്ടോ. ഓക്കെ ഞാൻ വെച്ച രസം ഉണ്ടാവും. എന്ത് എങ്ങനെ ഇത് തേങ്ങ ചിരണ്ടിയത് ഇതിനായിട്ട് അരച്ച് ഞാൻ തേങ്ങ നിങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലോ കണക്കായി ഒന്നും കൊണ്ടെടുത്ത് തന്നെ ഇത് കണക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് തേങ്ങയുടെ വേണ്ടു നമ്മൾ താളിച്ചൊക്കെ ചെയ്യുന്നല്ലേ. ശേഷം നമുക്ക് താളിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി ഒന്ന് നോക്കട്ടെ. അപ്പം വറവിനും ചമ്മന്തിക്കും ഈ തേങ്ങ അവിടെ പാത്രത്തിൽ തന്നെ അരവെടുത്തിട്ട് വന്നതാ. എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വിളിച്ചാ ഞാൻ എടുക്കുമ്പോൾ കട്ടായി. എന്തേ ഞാൻ എടുക്കുമ്പോൾ കട്ടായി. അല്ലടി അപ്പം ഇനി നമുക്ക് ആമ്പലേറ്റും ഇതിനും കൂടി തേങ്ങ ഇട്ട സംഭവമായില്ലേ. അതിനിടയ്ക്ക് ഒരു കാര്യം നീ മറന്നുകൊണ്ടാ. അതല്ല അതിനൊക്കെ പണിക്കിടുന്ന വൈകുന്നേരം മാറാട്ടാൻ പോകണ്ടേ ബനിയൻ അവിടെ കിടക്കുന്നുണ്ട്. നേരത്തെ എണീക്കണോടേ, നേരത്തെ എണീക്കണം. ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഞാൻ പിരിക ഇന്നലെ സെറ്റാക്കി വന്നതേ ഉള്ളൂ. എന്നിട്ട് പിരിക എടുത്തതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഓരോ ദിവസത്തെ റിവ്യൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇല്ലേ മറ്റേ ഈ പപ്പുവിനെ പോലെ അല്ല ഇപ്പൊ മറ്റേ ഇങ്കുവാവില്ല ഇവിടെ ഒരു മറുപും കൂടി വെച്ച് ഇവിടെ ഒരു ചെമ്പരത്തി പൂടി വെച്ച പപ്പുവിനെ പോലെ ഉണ്ട്. അപ്പൊ ഇത് ശരിയാവട്ടെ. ഒരാഴ്ച കൊണ്ട് കറുപ്പൊക്കെ നല്ലോണം കുറഞ്ഞ് നമ്മളെ കറക്റ്റ് നമ്മളെ മുഖത്തിന് മാച്ച് ആയിട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് എന്നെ കാണുമ്പോ ഒരു അങ്ങനെ തന്നെയല്ലേ. പിന്നീട് കറക്റ്റ് ആയില്ലേ അത് കൺമഷിയൊക്കെ തേച്ചിട്ട് അമ്മ പണ്ട് തേച്ച പോലെ. അങ്ങനെയൊന്നുമില്ല. ഇതാണെന്ന് വീഴാത്തേ. അപ്പു അങ്ങനെ അതാ അപ്പു അപ്പൊ ഒന്ന് ഒന്ന് ചെല്ലി ഓണാക്കിട്ടല്ലേ ചെല്ലി. മോനെ കറണ്ട് ഇല്ല. പെട്ടെന്ന് കറണ്ട് ഇല്ലാഞ്ഞിട്ടാ അപ്പുറം പോയിട്ട് ഓടിപ്പടഞ്ഞ് ഇപ്പൊ സെറ്റാവും. കറങ്ങിനെ തിളക്കുന്നു. ഒരു റൗണ്ട് കൂടി നീ അടിച്ചിട്ട് ഇടോ എന്നാല് പോയിട്ട് വാട്ടാ. അപ്പുറത്തെ 2 വീട് എടുക്കുമ്പോൾ ഇപ്പുറം പാപ്പ റെഡിയാക്കി വെക്കും. ഓക്കെ എന്തായി പേ നോക്കേ. ഈ കറണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. ഇനി ചമ്മന്തി ആടെ തന്നെ അരക്കേണ്ടി വരും. ചമ്മന്തിക്ക് വേണ്ടല്ലേ. ചമ്മന്തിക്ക് വറവിനും വേണ്ടേ. മുറിച്ചില്ലാത്ത പോലെ തോന്നും. നമ്മളെ ന്യൂസ് പേപ്പർ നമ്മൾ ടേബിളുമ്മ വിരിച്ചിടണം കേട്ടാ. 3 എണ്ണം വിരിച്ചിടും. ഇത് 3 വാഴ അതും എടുത്ത് വെക്കും. ചെല്ലി നിങ്ങൾ ആ പണി എടുത്തോ. അപ്പൊ ചോറ് നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ഓംപ്ലേറ്റ് ഒക്കെ വറുത്ത് വേഗം അതിനകത്ത് തന്നെ ഇടാം. ഞാനിത് കട്ടാക്കട്ടെ. ചൂടുവെള്ളം വെച്ചാലേ ലേശം ദിവസമായി ചെന്നൈ ഒഴിച്ചിട്ടില്ല. പറഞ്ഞേ എല്ലാം കൂടി നിലപ്പാട് വരും. ഓക്കെ തന്നെ കോംപ്ലീറ്റ് വെക്കാം. അടിച്ചു വെച്ചേക്കണല്ലേ. മണിക്കട്ടാ ചെമ്മിക്കരൊന്ന് കളഞ്ഞോണ്ടിരുന്നേ ജോലിയായിരിക്കും. ഇപ്പേ കിട്ടുള്ളൂ, കുറച്ചേന്ന് കിട്ടൂല. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട്
കാലൊന്നും പിടിക്കണ്ട, അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് നമ്മ കൊടുക്കുമ്പോ ഇതന്നെ കിട്ടും എല്ലാവർക്കും. ആർക്കറിയാം, നമ്മ അവിടെ നിന്ന് എടുത്തിട്ട് വരെ നമുക്ക് ചെമ്മീക്കറി കിട്ടിയിട്ടില്ല. അത് ഞാൻ എപ്പൊ സാമ്പാറുണ്ട്. അല്ലെ നമുക്ക് ഇതിൽ തന്നെ വെച്ചാലോ, ചോറിന്റെ ഉള്ളിൽ തന്നെ വെച്ചാലോ. അല്ല, കറി വേറെ കൊടുക്കണല്ലേ? അങ്ങനെ കൊടുക്കണവരുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ല. പ്ലേറ്റ് എടുത്തിട്ടാ അതെനിക്കറിയില്ല. നമുക്ക് ഇതിൽ വെച്ചാൽ പോരെ. എന്താ അവരവാണെങ്കിൽ സാമ്പാർ അവർ കൊടുത്തോട്ടെ. എന്തായാലും കൊടുക്കൂല്ലോ, അവർ കൊടുക്കൂല്ലോ. അതൊരു കറി ഒരാൾക്ക് വേസ്റ്റ് അല്ലേ, അതൊരു കറി കിട്ടണം. അതൊരു കുളത്തിൽപ്പെട്ടുണ്ട്. നമ്മള് ഒരാൾക്ക് 2 കറിയെല്ലാം കൊടുത്തിട്ടുള്ള ആവശ്യം കിട്ടാത്തവരുണ്ടാവൂലേ? അത് അവരവരെ എഴുതി കൊടുത്തോട്ടെ, ആർക്കും കിട്ടിക്കോട്ടെ. ചോറ് കിട്ടുന്ന ആളുടെ കൂടെ നമ്മളെ ചിലപ്പോ ഈ കറി കിട്ടൂല, അത്രേ ഉള്ളൂ. ലാസ്റ്റത്തെ ആൾക്ക് ഇത്തിരി ഓംലേറ്റ് കുറവായിരിക്കും, ആദ്യത്തെ ആൾക്ക് ഇത്തിരി കൂടുതലാണത്. ഇതിലെ യോഗഭാഗ്യം പോലെയാണ്. നമുക്ക് ഒരിക്കൽ കിട്ടിയാല് നല്ല ഇത് പറഞ്ഞാൽ അല്ലേ, നല്ല മസാലക്കറിയും നല്ല അച്ചിങ്ങയും മറ്റേ പച്ചക്കായും തോരനും ഉണക്ക ചെമ്മി ചമ്മന്തി അതൊക്കെ ഉണ്ടായിരുന്നു. ആ ചമ്മന്തി കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തി അരക്കാൻ കാരണം. വാഴയിലയും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഓരോ സാധനം നോക്ക് പോ. അരിയാച്ച ഉള്ളി എനിക്ക് തന്നില്ല നേരത്തെ. വേണം നോക്ക്, ഇതാ പിള്ളേർ വന്ന് ഇപ്പോൾ പോയിട്ട് കളി. ഇനി അടുത്ത പേരത്തിന് മുന്നേ ആയില്ല മോനെ എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ആവില്ല കേട്ടാ. ഞാൻ കൊടുക്കുമ്പോഴും കുറച്ച് സ്പീഡിൽ പുതിയ ആക്കി ഞാൻ വെച്ച് കാത്തിരിക്കല. കറണ്ടാണ് നമ്മളെ ആകെ ഇടങ്ങറാക്കിയത് അല്ലേ? നമ്മളെ കറണ്ടാണ് നമ്മൾ ഇടങ്ങറാക്കിയത്. സാറല്ല, എന്നാലും അപ്പുറം ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നീ ഓടിക്കും. ഈ കറണ്ടിനെ കാത്തുനിന്ന് നമ്മൾ ഇന്നുകൊണ്ട് ഒരു കാര്യം നടക്കലുണ്ടാവില്ല കേട്ടാ. അതെ നോക്ക്, പോയിട്ട് വാ. ഇനി ബാക്കിയുള്ള അവളെ അടുത്ത് നിർത്തിപ്പോ. ഒന്നും കൂടി അടുത്ത് വെച്ചേടി, വീണ്ടും കറണ്ട് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. ഇതാണ് പ്രശ്നം. നമ്മുടെക്കാണെങ്കിൽ ഇൻവെർട്ടർ ഇല്ല, അപ്പുറം ഇൻവെർട്ടർ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വാടി വേണോ, പെട്ടെന്ന് വാ. 11:40 അതാണ് അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കണ്ടേ. ഉണ്ണിയേട്ടൻ വന്നു. ചമ്മന്തി 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 ഏട്ടാ. അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ ചമ്മന്തിയിൽ? ഓക്കെ, ആമ്പളത്തെ അങ്ങനെ വെക്കണം, മടക്കി വെക്കണം. അതിപ്പോ മടങ്ങും അമ്മയല്ല മടക്കല്. കുഴപ്പമില്ല, ചമ്മന്തി ഇതിനകത്ത് തന്നെ വെക്കാട്ടെ. വെളിച്ചെണ്ണ വെച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ വെച്ചിട്ടില്ല. ചമ്മന്തി പുറത്ത് പോയത് ലേശം ഉണ്ടാക്കി. അച്ചാറില്ലല്ലേ? അതൊരു കാര്യം വിട്ടുപോയി. പോട്ടെ, ശരിയല്ല, ഇത് നല്ലത്. ചിലവർക്ക് അച്ചാറൊന്നും കൂട്ടാൻ പറ്റില്ല. അതിനിത് അധികം രോഗികളൊന്നും അല്ല കഴിക്കുക, രോഗികളെ കൂടെ നിൽക്കുന്നവർക്കായിരിക്കും. രോഗികൾക്ക് ഈ പറഞ്ഞാൽ എന്ത് കഞ്ഞിയോ? എല്ലാവരും കഞ്ഞിയൊന്നും കുടിക്കുക, എല്ലാ രോഗികളും കഞ്ഞി പോയി കുടിക്കുക. അത് ഐസിയിൽ അങ്ങനെയുള്ളവർക്കെല്ലാം ആവട്ടെ, ആരാണെങ്കിലും കഴിച്ചാൽ മതി, കഴിക്കാൻ പറ്റിയാൽ മതി. ഇത് പൊതിയട്ടെ ഇനി, എന്നിട്ട് നമുക്ക് ഇതാക്കാം, കറി എടുക്കാം. കറിയത്തിൽ വെക്കുന്നില്ല? ഇല്ല, കറിയിലത്ത് വെക്കണ്ട. പൊതി പൊതിയണേ.
ഈ അടുത്ത് വെച്ചാൽ ഞാൻ വെച്ചത് ഇല എപ്പോഴും കുറച്ച് വലിയ ഇല കാണും കിട്ടിയില്ല നമ്മൾ ഈ ഭാഗത്ത് 2-3 പരിപാടി കഴിഞ്ഞാൽ ആൾക്കാർ ഇല ഓക്കെ അല്ലേ ഇത് എടുക്കുമ്പോഴാണ് ആവാണ്ട് കൈ കിട്ടിയാൽ മതി. റബ്ബർ ബാൻഡ് ഒരെണ്ണം ചോറിനിങ്ങനെ ഇട്ട് കൊടുത്താലേ നല്ലതാണ്. അയ്യോ ഇടാൻ കഴിയില്ല. അതെ അവൻ തന്നെ റബ്ബർ ബാൻഡ് ഇത് കുറച്ച് വലുതാ. എന്തുവാടി റബ്ബർ ബാൻഡ് കുറച്ചധികം തന്നുകൊണ്ടേ കറക്റ്റ് 4 എണ്ണം തന്നേക്കുന്നു. മക്കളെ വാ ഒരു മിനിറ്റ് അത് കറണ്ടില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. കറി എടുക്കണം അങ്ങോട്ട് എടുക്കും. അല്ലാതെ ഈ ചെമ്മീൻ കറി ഇവർക്ക് തന്നെ കിട്ടുമോ? ഇത് എല്ലാം കിട്ടുമോ? അങ്ങനെയാണല്ലേ. അങ്ങനെ ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ കൊടുക്കുന്നവർക്ക് തന്നെ കിട്ടുമെന്ന് ചോദിക്കുന്നത്. അല്ല അഥവാ ഞാനങ്ങനെ സംശയം ചോദിച്ചതന്നെ, വേറെ ഒന്നുമില്ല. അതെ നമ്മളെ കറി തന്നെ കിട്ടുമെന്ന്. അതാ ചോദിക്കുന്നത്. അത് ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. എല്ലാവരും കിട്ടിയാൽ മതി. ഇവിടെ ഉണ്ടല്ലോ കറണ്ട് ഇല്ലാത്തോണ്ടാ അപ്പുറം പോയിട്ട് കറക്റ്റ് സമയത്ത്. അതാ വിഷയം. ഇവനെ ഒളിച്ചിക്കുന്നുണ്ടാ? ഇവനെ വിളിച്ചിരിക്കുന്നത് എൻ്റെ മോൻ തന്നെ ഇത് ഒളിച്ചിക്കുന്നുണ്ട്. നമ്മളെ ക്ലോക്കിൽ ഇപ്പൊ 9 മണി എത്ര കേട്ടാ? ഓക്കെ ആയിക്കോട്ടെ, നമ്മളെല്ലാരും ഉദ്ദേശിച്ചിട്ട് പോരെ. എന്റെ പൊന്നെ രാവിലത്തെ ഒരു ഓട്ടം പാച്ചു നല്ല സുഖമുണ്ട്. ഒന്ന് ഇരിക്കട്ടെ നടുന്ന്. കറണ്ടാണ് നമ്മളെ വിഷയം. കറണ്ട് പോയതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. നല്ല പണിയുണ്ടായിരുന്നു. നമ്മളെ ഇതും കൂടി എല്ലാ വിഭവവും വെച്ചിട്ടില്ലേ? വറവ്, എല്ലാം ഉണ്ട്, ചെമ്മീൻ കറി, ചെമ്മീൻ ചമ്മന്തി, മുട്ട വറുത്തത്. ഇനിയൊന്നും ഒപ്പിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. അല്ല നമ്മളെ അച്ചാറൊന്നും വെച്ചിട്ടില്ല. നമ്മളെ പണീന്റെ ഭാഗമായിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു. അല്ലാണ്ട് അതിനിടയ്ക്ക് കറണ്ടും പോയി. അതുകൊണ്ട് കറണ്ടും പോയി. ഇപ്പൊ എന്തായാലും ഇനിയിപ്പൊ ഒരു പൊതിയും കൂടി ആക്കാനുണ്ട്. ഒരുത്തിക്ക് മൊബൈലിന് നിന്നെ സഹായിച്ച മൊബൈലൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് വായിക്ക് പനിയെല്ലാം വന്നോണ്ട് വായിക്ക് രുചിയിൽ വേണമെന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു പൊതിച്ചോറ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ചമ്മന്തിയും കഞ്ഞിയും കൊടുക്കും. ചമ്മന്തിയൊക്കെ കൊണ്ടുവച്ചിട്ട് അവളെ പൊതിയിൽ നമുക്കൊരു പൊതിച്ചോറാക്കിയാൽ മതിയായിരുന്നു. അപ്പൊ എന്തായാലും അവൾക്ക് പൊതിച്ചോറും കൂടി ആക്കട്ടെ. ചില ദിവസങ്ങളിൽ നമ്മളെടുക്കുന്ന പണിക്ക് നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അല്ലേ. കാരണം നമ്മൾ എത്ര തിരക്കിലായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമുക്ക് ആ ഒരു എന്താ പറയുക, അതൊരു ഫീല് വേറെ തന്നെയായിട്ടാണ്. അതിലെനിക്ക് ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം കിട്ടലുണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ, നമ്മൾ ഒരുപാടൊന്നല്ല, നമ്മളിപ്പോൾ ചിലപ്പോൾ കുറവായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ കൊടുക്കുന്നത് ഒരു നല്ലൊരു രുചിയിൽ, നമ്മളൊരു സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു രുചി ഉണ്ടാവും അല്ലേ. ആ രുചി എൻ്റെ ഭക്ഷണത്തിനുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, എന്ത് മനോഹരമായ കാഴ്ച. കറക്റ്റ് പൊതിച്ചോറ് അവിടെ കൊണ്ടുപോയി അപ്പം തന്നെ മേലൊതിച്ച് നിൽക്കുന്നുണ്ടല്ലേ. കറണ്ട് വന്നു, നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞല്ലോ, അപ്പം പിന്നെ വരുമല്ലോ. സന്തോഷം. അപ്പോൾ പനി പിടിച്ച് സുഖമില്ലാണ്ടിരിക്കണ എൻ്റെ ഡിയർ ഫ്രണ്ട് മുബീനൊക്കെ ഇതാ ഒരു പൊതിച്ചോറ് ഞാനിവിടെ സെറ്റാക്കാനിട്ടാ. അപ്പോൾ ഇനി അതുമായിട്ട് അവളെ വീട്ടിലേക്കൊന്ന് പോവുക. ലാസ്റ്റ് എന്തായാലും മുബീനേൻ്റെ പൊതിച്ചോറുമായിട്ട് ഞാനിതാ പോവട്ടെ. എന്നോട് ലേശം മതി എന്ന് പറഞ്ഞിട്ട് ഒരു നുള്ളു ലേശം ചോറ് കൊടുത്തിട്ട് കറിയും എടുത്തിട്ട് പോവട്ടോ. ഇവിടെ തന്നെയാണ്, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്ക് ഇത് കൊടുക്കുകയും കൂടി ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട്. മുന്നിൽ കൂടി കയറാമെന്ന് വിചാരിച്ചു, ബാക്ക് വശത്തെ കൂടി കയറണ്ടെന്ന് വിചാരിച്ചു. അവളെന്താക്കി നമ്മൾ നല്ലൊരു അയൽവക്കാട്ടെ എന്തായാലും നമുക്ക് കിട്ടിയത്. അവളെ എന്തോന്നാക്കിയാലും അവൾ അവിടെ എത്രയെങ്കിലും എത്തിച്ചു തരാണ്ട് അവൾക്കൊരു സമാധാനം കിട്ടൂല. മോള് ബെല്ലെവിടെ പോയി വിളി കേട്ടാ. ഞാൻ വിചാരിച്ചത് ഇന്നും തട്ടാന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓടുമെന്ന് വിചാരിച്ച്. എന്താടി ബാ നിനക്ക് ഒരു പൊതിച്ചോറ് ഇത്തിരി മതി എന്ന് പറഞ്ഞാൽ ചോറിൽ അത്ര ഇട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ അവിടെ വന്നിട്ട് മേടിച്ച് തിന്നോളണം, മതിയായിട്ടില്ലെങ്കിൽ. മുട്ട വറുത്തത് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ട വറുത്തത് ഇട്ടിട്ടില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിയണം അല്ലേ. മുബീനൻ്റെ വീട്ടിലോട്ട് ലാസ്റ്റ് വന്നതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കണം. അവയപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തോട്ടെ. ഇന്ന് പൊതിച്ചോറാക്കണ സമയത്ത് എനിക്ക് സഹായിയായിരുന്നു. ഞാൻ ഒരു നേരത്തെ ഞാൻ വിചാരിച്ച് അവയപ്പോൾ എൻ്റെ കൂടെ കയറിയിട്ടില്ലെങ്കിൽ നിന്നെ വിളിച്ചിട്ട് ഹെൽപ്പിന് വിളിക്കാമെന്ന് വിചാരിച്ച്. വെറുതെ ഇവിടെ കുത്തിരി, പിന്നെ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയണേ. അപ്പം മുബീനിയോടൊപ്പം തന്നെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ മുബീന ടാറ്റ കൊടുത്ത ടാറ്റ എന്താടി ടാറ്റയ്ക്ക് ഒരു ശരി കൊടുക്കണേ. ടാറ്റ ടാറ്റ.